മലപ്പുറം താനൂർ നിയമസഭാ മണ്ഡലം വികസനത്തിന്റെ പുതിയ പാതകളിലേക്ക് ചുവടുവയ്ക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളിലെയും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് താനൂർ സാക്ഷ്യം വഹിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തീരദേശ മണ്ഡലമായ താനൂരിൽ വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. പ്രധാനമായും വിനോദസഞ്ചാരം, ഗതാഗതം, റോഡ്, പാലം, മത്സ്യബന്ധന മേഖല എന്നിവയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകിയിട്ടുള്ളത്. ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്ന് താനൂർ പൂരപ്പുഴ തൂവൽ തീരം ടൂറിസം പാർക്ക് നവീകരണമാണ്. പദ്ധതിക്കായി 10.50 കോടി രൂപയാണ് അനുവദിച്ചത്. പാർക്ക്, ബോട്ട് ജെട്ടി, കടലോര നടപ്പാത എന്നിവ ഇതിന്റെ ഭാഗമാണ്. തീരദേശ മേഖലയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി വൻതുക ചെലവാക്കുന്നുണ്ട്. വള്ളിക്കുന്ന് മുതൽ പൊന്നാനി വരെയുള്ള തീരദേശ ഹൈവേയുടെ ഭാഗമായി താനൂർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന റോഡുകളുടെ നവീകരണത്തിനായി വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. പൂരപ്പുഴയ്ക്ക് കുറുകെ ഓട്ടുംപുറത്തെയും തൂവൽ തീരത്തെയും ബന്ധിപ്പിക്കുന്ന ഓട്ടുംപുറം തൂവൽ തീരം പാലത്തിനായി അനുമതി നൽകിയിരുന്നു. താനൂർ തെയ്യാല റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് ഹൈടെക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. താനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചു. തീരദേശത്തെ പരപ്പനങ്ങാടി ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ HSS സ്കൂളിന്റെ നവീകരണത്തിനായി പ്രത്യേക ഫണ്ട് അനുവദിച്ചിരുന്നു.
മത്സ്യബന്ധന മേഖലയിലും ശക്തമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. താനൂർ ഫിഷിംഗ് ഹാർബറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അനുബന്ധ റോഡുകളുടെ വികസനത്തിനുമായി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം 80 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടക്കുന്നത്. കടലോളം പോന്ന താനൂരിന്റെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളക്കര വികസന മുന്നേറ്റം തുടരുമ്പോൾ താനൂരും താനേ അതിന് പങ്കാളിയാവുകയാണ്. മാറുന്ന വികസന സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന് താനൂരും മുന്നേറുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമേറിയ പ്രദേശമാണ് പൊന്നാനി. പുരാതന തുറമുഖ നഗരമായ പൊന്നാനി വൈജ്ഞാനിക വാണിജ്യ കേന്ദ്രമെന്ന നിലയിലും പ്രാധാന്യമർഹിക്കുമ്പോൾ ഇന്ന് ഈ മണ്ഡലത്തിലെ വിശേഷങ്ങൾ കാണാം. മലയാളക്കരയിലെ പുരാതന തുറമുഖ നഗരമായ പൊന്നാനി മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രധാനമായ നഗരം കൂടിയാണ്. പൊന്നാനി മണ്ഡലത്തിൽ വൻകിട വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. തീരദേശ വികസനം, ഗതാഗതം, കായികം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തതെന്ന് പി നന്ദകുമാർ MLA ചൂണ്ടിക്കാട്ടി. പൊന്നാനി മണ്ഡലത്തിൽ 788.99 കോടി രൂപയുടെ 20 പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിൽ 7ഓളം പൂർത്തിയായി കഴിഞ്ഞു. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പദ്ധതിയാണ് പൊന്നാനി ഹാർബർ BM പാലം. പൊന്നാനി കടൽപ്പാലത്തെയും ഹാർബറിനെയും BM കായലിനെയും ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായുള്ള റോഡ് വികസനമാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ഏകദേശം 250 കോടിയിലധികം രൂപ തീരദേശ ഹൈവേയുടെ വിവിധ റീച്ചുകൾക്കായി അനുവദിച്ചു. തീരദേശത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനും പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. പൊന്നാനിയുടെ കായിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയ സമുച്ചയത്തിന് 13.52 കോടി രൂപ അനുവദിച്ചു. ആധുനിക ഫുട്ബോൾ ടർഫ്, അത്ലറ്റിക് ട്രാക്ക്, പവലിയൻ, സ്വിമ്മിംഗ് പൂൾ എന്നിവ ഇതിന്റെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നു.
വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായും പദ്ധതികൾ ആവിഷ്കരിച്ചു. ICS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5 കോടി രൂപ അനുവദിച്ചു. അത്യാധുനിക കെട്ടിടവും ലാബുകളും ഇതിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കാവിന് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിനായി 3 കോടി രൂപ നൽകി. MES പൊന്നാനി കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. പൊന്നാനി ഗവൺമെന്റ് ITIക്കായി 2.19 കോടി രൂപയാണ് ചെലവഴിച്ചത്. മാരഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിനായി 3 കോടി രൂപയും അനുവദിച്ചു. കായലിന് കുറുകെയുള്ള പാലത്തിന്റെയും അനുബന്ധ റോഡുകളുടെയും വികസനത്തിനായി പ്രത്യേക ഫണ്ട് അനുവദിച്ചത് വികസന മുന്നേറ്റത്തിലെ മറ്റൊരു ഏടാണ്. പുതുപൊന്നാനി വെളിയംകോട് റോഡ് ഉൾപ്പെടെ മേഖലയിലെ പ്രധാന പാതകൾ BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി തുക വകയും. പൊന്നാനി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കി. പൊന്നാനി നഗരസഭയിൽ ആധുനിക രീതിയിലുള്ള അറവശാല നിർമ്മിക്കാൻ 10 കോടി രൂപയാണ് അനുവദിച്ചത്. കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളും സ്കീമുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നാനിയുടെ വികസന സ്വപ്നങ്ങളെ പൊന്നാക്കി മാറ്റിയാണ് മണ്ഡലം മാതൃകയാകുന്നത്. പോയകാല ചരിത്രത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്. പൊന്നാനിയുടെ വികസന സ്വപ്നങ്ങളെ പൊന്നാക്കി മാറ്റിയാണ് മണ്ഡലം മാതൃകയാകുന്നത്. പോയകാല ചരിത്രത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്.